പതിവില്ലാത്തൊരു പ്രതിഷേധ പ്രകടനമാണ് ഗാസയിലെ പലസ്തീൻകാർ ചൊവ്വാഴ്ച നടത്തിയത്. ഹമാസ് തീവ്രവാദികളാണെന്നും കടക്ക് പുറത്തുനിന്നുമാണ് പലസ്തീൻ ജനത പച്ചയ്ക്ക് പറഞ്ഞത്. കേരളത്തിൽ അത് പറഞ്ഞാലുള്ള പൊല്ലാപ്പ് അറിയാമല്ലോ. പലസ്തീൻ വിമോചനമല്ല, ക്രൈസ്തവരെയും യഹൂദരെയും ലോകത്ത് എവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുകയാണ് തങ്ങളുടെ അന്തിമ ലക്ഷ്യമെന്ന് തെളിച്ചു പറഞ്ഞിട്ടുള്ള വംശീയ തീവ്രവാദ പ്രസ്ഥാനമായ ഹമാസിനെ വിമോചന പോരാളികളായി ചിത്രീകരിക്കുന്നവർ കേരളത്തിലായാലും അങ്ങനെ തന്നെ തുടരട്ടെ. കാരണം അത്തരം വോട്ട് രാഷ്ട്രീയ കയറ്റൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശിരസ് മുക്കിപ്പിടിച്ചിരിക്കുന്ന പാർട്ടികളെയും ഇത്തരം നിലപാടുകളിലൂടെ മലയാളികളുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയ മാധ്യമങ്ങളെയും തിരുത്താൻ പലസ്തീൻ ജനതയ്ക്കും എളുപ്പമല്ല. അത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പക്ഷേ തീവ്രവാദത്തെയാണ് എതിർക്കുന്നതെങ്കിൽ അതിനെ തീവ്രവാദം എന്ന് തന്നെ വിളിക്കണം. ലൂസിഫറെ തമ്പുരാൻ എന്ന് വിളിക്കരുത്. ഇസ്ലാമിക് സ്റ്റേറ്റും അൽ ഖ്വയ്ദയും താലിബാനും ബോക്കോ ഹറാമും മുസ്ലിം ബ്രദർഹുഡും പോലെ ഹമാസും ഹിസ്ബുള്ളയും എതിർക്കപ്പെടണം. തന്റെ വംശം മാത്രം ഭൂമുഖത്ത് അവശേഷിച്ചാൽ മതിയെന്ന ഹിറ്റ്ലറുടെ വംശവെറിയുടെ വ്യാപനത്തിലാണ് ഇസ്ലാമിക ഭീകരർ ഏർപ്പെട്ടിരിക്കുന്നത്. അതിനെ വിമോചന പോരാട്ടമാക്കുന്നവർ കേരളത്തിലായാലും ഫാസിസത്തിന് വളമിടുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ സജീവമാണ്. അവരും അവരുടെ വലയിൽ വീണവരും ഇന്ത്യയിലും വിദേശങ്ങളിലും ഇരുന്ന് യൂട്യൂബുകളിലൂടെ ഹമാസിനെ ന്യായീകരിക്കുകയും വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ലോകത്തെ ഏറ്റവും അധികം മതപീഡനം നടത്തുന്ന ഇസ്ലാമിക രാജ്യങ്ങളെയോ ഇരകളായ ക്രൈസ്തവരെയോ ഇവർ തിരിഞ്ഞു നോക്കാറില്ല. ഇരട്ടത്താപ്പിന്റെ കുടിയേറ്റ ഭൂപടം കൂടി കാണേണ്ടതാണ്. അതായത് ഇവരാരും തീവ്രവാദികൾ ഭരിക്കുന്ന ശരീഅത്ത് ഭരണമുള്ള രാജ്യങ്ങളിൽ ജീവിക്കാൻ തല്ലിക്കൊന്നാലും പോവില്ല. വിസ്മയ രാജ്യങ്ങളായ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഇറാഖിലും സൊമാലിയയിലും നൈജീരിയയിലും യമനിലും ഒന്നും കുടിയേറണ്ട. വലതുപക്ഷ മുതലാളിത്ത ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ മതി. എന്തിന് ഇസ്രായേലിലേക്കാണോ ഗാസയിലേക്കാണോ വിസ വേണ്ടതെന്ന് കേരളത്തിലെ ഹമാസ് ആരാധകരോടൊന്ന് ചോദിച്ചു നോക്കൂ. CPM-ലും കോൺഗ്രസിലും ഒക്കെ ഹമാസിന് വേണ്ടി ചോര തിളപ്പിക്കുന്നവരോട് മക്കളെ വിദേശ പഠനത്തിന് വിട്ടിരിക്കുന്നത് എവിടേക്കാണെന്നൊന്ന് ചോദിച്ചു നോക്കൂ. ഇരട്ടത്താപ്പിന്റെ ഈ രാഷ്ട്രീയം തുറന്നു കാണിക്കേണ്ടതുണ്ട്. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ഇതാണ് ജനാധിപത്യത്തിന്മേലുള്ള തീവ്രവാദ അധിനിവേശം. ഈ ലൂസിഫറിനെ തമ്പുരാനെന്ന് വിളിക്കരുത്.